ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കളക്ഷൻ റിപ്പോർട്ടുകളാണ്. അതായത് കഴിഞ്ഞ മാസവും ഈ മാസവും ഒക്കെ തിയേറ്റർ റിലീസ് ചെയ്ത, കഴിഞ്ഞ മാസം അതിൻ്റെ മുമ്പത്തെ മാസമൊക്കെ തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു കളക്ഷൻ നേടിയ സിനിമകൾ ഏതൊക്കെ, അതിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സിനിമ മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സിൻ്റെ ടോട്ടൽ ഫൈനൽ കളക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം 72 ദിവസങ്ങൾ കടന്നു ഈ ഒരു സിനിമ. പിന്നെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഈ ഒരു സിനിമ 72 കോടി 10 ലക്ഷം രൂപയാണ് നേടിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്നും 64 കോടി 10 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയൊരു കളക്ഷനാണ്, മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു കളക്ഷനാണ്, ഈ വർഷത്തെ തന്നെ ഏറ്റവും വലിയൊരു കളക്ഷനാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയിട്ടുള്ളത്. കർണാടകയിൽ നിന്നും 15 കോടി 85 ലക്ഷം രൂപയും ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ നിന്നും 14 കോടി 25 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യ 2 കോടി 70 ലക്ഷം രൂപയും ഓൾ ഇന്ത്യ ഗ്രോസ് അതായത് ഇന്ത്യയിൽ നിന്നും മൊത്തത്തിൽ 169 കോടിയാണ് ഈ ഒരു സിനിമ നേടിയിട്ടുള്ളത്. ഓവർസീസിൽ നിന്നും 73 കോടി 30 ലക്ഷം രൂപ നേടി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് 242 കോടി 30 ലക്ഷം രൂപയാണ് ഇതുവരെ ഈ ഒരു സിനിമയുടെ ഫൈനൽ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാളെ മുതലല്ല, ഇന്ന് രാത്രി 12 ശേഷം നമുക്ക് OTTയിൽ ആസ്വദിക്കാവുന്നതാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ഈ ഒരു സിനിമ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ചൊരു വിജയം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്. പക്ഷേ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനായിട്ടില്ല. ഇപ്പോഴും ഇൻഡസ്ട്രി ഹിറ്റ് 2018 എന്ന സിനിമ തന്നെയാണ്. ഓക്കെ, അപ്പം അടുത്തത് നടികർ. ഇന്നലെ റിലീസ് ചെയ്ത സിനിമയാണ്, മെയ് മാസം 3-ാം തീയതി റിലീസ് ചെയ്ത സിനിമയാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഈ ഒരു സിനിമ 1 കോടി 44 ലക്ഷം രൂപയാണ് നേടിയിട്ടുള്ളത്. സത്യം പറയുന്ന ഒരു ബിലോ ആവറേജ് ഓപ്പണിംഗ് ആണ് ഈ സിനിമയുടെ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 35-40 കോടിക്ക് അടുത്തുണ്ട് തോന്നുന്നു ഈ സിനിമയുടെ പിന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ 1 കോടി 44 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, വരുന്ന സമയത്ത് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഒരു ബിലോ ആവറേജ് ഓപ്പണിംഗ് ആണ്. എന്താ സ്ഥിതി എന്നറിയില്ല, ഇന്നത്തെ നാളത്തെയൊക്കെ കളക്ഷൻ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഇന്ന് നാളെയൊക്കെ അവധി ദിവസങ്ങളാണ്. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ വെക്കേഷൻ ആണ് ഓൾറെഡി, പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ കളക്ഷൻ കുറവാണ്, ഈ ടോട്ടലി കളക്ഷൻ കുറവാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം. ഏകദേശം 36 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ. 78 കോടി രൂപയാണ് ഈ ഒരു സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് നേടിയിട്ടുള്ളത്. ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 160 കോടിക്ക് അടുത്ത് തന്നെ ഈ സിനിമയുടെ ടോട്ടൽ കളക്ഷൻ വന്നിട്ടുണ്ട്. അടുത്ത് ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞ സൈസിൽ ഏതൊക്കെ സിനിമകൾ വന്നാലും ഞാൻ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ രംഗണ്ണൻ്റെ, നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ആവേശം എന്ന് പറഞ്ഞ സിനിമ 68 കോടിയാണ് ഇതുവരെ കേരളത്തിൽ നിന്ന് നേടിയിട്ടുള്ളത്. മൊത്തത്തിൽ 140 കോടി ഈ സിനിമ 140 കോടിക്ക് അടുത്ത് ഈ ഒരു സിനിമയുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷനാണ് 140 കോടി എന്ന് പറയുന്നത്. ഈ സിനിമ 140 കോടിക്ക് 200 കോടിക്കൊന്നും നിൽക്കില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓരോ ദിവസം 1-2 കോടികൾ ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 22-23 ദിവസങ്ങൾ കൊണ്ടാണ് 140 കോടി നേടിയിട്ടുള്ളത്. എന്നാൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് മണക്കുന്നുണ്ട് ഈ സിനിമ. ഓക്കെ, അപ്പോൾ അടുത്തത് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 22-23 ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 37 കോടിയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 80 കോടിക്ക് അടുത്താണ്. ഈ ഒരു സിനിമയും സൂപ്പർ ഹിറ്റാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും അതുപോലെ തന്നെ നിവിൻ പോളിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ കളക്ഷനാണ്. 3 ദിവസമായി ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിട്ട് ഏകദേശം 10 കോടിക്ക് മുകളിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടുണ്ട്. ഒന്നാം ദിവസം 4 കോടി 50 ലക്ഷം രൂപയും രണ്ടാം ദിവസം 3 കോടി 76 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കളക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ 3 ദിവസം കൊണ്ട് ഈ ഒരു സിനിമ 10 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിട്ടുള്ളത്, വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിട്ടുള്ളത്. ഡീസൻ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. പിന്നെ എന്തായാലും ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. ഏകദേശം 30 കോടിക്ക് അടുത്ത് തന്നെ ഈ സിനിമയുടെ ബഡ്ജറ്റ് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പോരാ വിജയിക്കാൻ വേണ്ടിയിട്ട്. ഇനി വിജയിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമയാണ്. 8 ദിവസങ്ങൾ കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നിന്ന് എത്ര കോടി കളക്ഷൻ നേടി നോക്കിക്കഴിഞ്ഞാൽ 5 കോടി 60 ലക്ഷം രൂപയാണ് ഈ സിനിമ 8 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിട്ടുള്ളത്. വേൾഡ് വൈഡ് ആയിട്ട് 8 കോടിക്ക് അടുത്താണ് വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് ഈ സിനിമ നേടിയിട്ടുള്ളത്. പക്ഷേ ഈ സിനിമ 10 കോടിക്ക് താഴെയാണ് ഈ സിനിമയുടെ ബജറ്റ് എങ്കിലും
ഇപ്പോഴും എന്താ പറയുക സേഫ് സോണിലേക്ക് എത്തിപ്പെട്ടില്ല ഈ ഒരു സിനിമ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കുറേ സിനിമകൾ നടികർ റിലീസ് ചെയ്തു, പിന്നെ ആവേശം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുണ്ട്. മലയാളി ഫ്രം ഇന്ത്യ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വേറെ 2-3 സിനിമകൾ റിലീസ് ചെയ്യാണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഈ ഒരു സിനിമ പവിക്കേറ്റൊക്കെ എവിടം വരെ എത്തുന്നുള്ള കണ്ടു തന്നെ നമുക്കറിയാം. അപ്പോൾ തിയേറ്ററിൽ വിജയിക്കണമെങ്കിൽ ഏകദേശം ഒരു 15 കോടി കളക്ഷനെങ്കിലും ടോട്ടൽ വേണം. കിട്ടുമെന്ന് അറിയില്ല, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള സിനിമകൾ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.